നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2024-ലാണ്. ഏകദേശം ഒരു 26 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2050-ൽ ഈ ലോകത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തും വിധത്തിലുള്ള ഒട്ടനവധി മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത്. ടെക്നോളജിയുടെ അതിവേഗമുള്ള മുന്നേറ്റം മൂലം നമ്മളിപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാകും ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. 2050ഓടെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന 10 ടെക്നോളജികൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി പറയാനുള്ളത് നാനോ ടെക്നോളജിയെ പറ്റിയാണ്. വർഷങ്ങളോളമായി നടക്കുന്ന റിസർച്ചുകളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും ഒക്കെ ഭാഗമായി വലിയ തോതിലുള്ള മാറ്റങ്ങൾ ശാസ്ത്രജ്ഞർ ഈ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നാനോബോട്ട്സ് പോലുള്ള വസ്തുക്കൾ മനുഷ്യരുടെ ബ്രെയിനുമായി അറ്റാച്ച് ചെയ്ത് മനുഷ്യനെ ഒരു വിർച്വൽ വേൾഡിലേക്ക് കണക്ട് ചെയ്യാനും അതുവഴി മൈൻഡും കമ്പ്യൂട്ടറും കണക്ട് ചെയ്ത് മനുഷ്യനെ പവർഫുൾ ആക്കി മാറ്റാനും ഈ ടെക്നോളജിക്ക് സാധിക്കുമെന്നാണ് സയന്റിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. ഒരുപക്ഷെ ഇങ്ങനൊരു ടെക്നോളജി ഭാവിയിൽ എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സോ കാൽക്കുലേറ്റേഴ്സോ ഒന്നും തന്നെ ആവശ്യമില്ലാതെ ആയേക്കാം. ഇന്ന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം വിരൽത്തുമ്പിലാണെങ്കിൽ വരും കാലത്ത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ സാധിക്കാവുന്ന ഒരു ലോകം അതെങ്ങനെ ഉണ്ടാകും? വിചിത്രമായിരിക്കുമല്ലേ? ഇന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് 3D പ്രിന്റിംഗ്. നമ്മളെല്ലാവരും റീൽസിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടാകും. ഡേറ്റാസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യാനുസരണം ഒരു മെഷീനിലൂടെ നമുക്ക് വേണ്ടുന്ന സൈസിലും മറ്റും ദോശകൾ റെഡിയായി വരുന്ന വീഡിയോസ്. അതുപോലെ തന്നെ നമുക്ക് ദൈനംദിനം ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും, അതായത് ഫർണിച്ചേഴ്സ്, ടോയ്സ്, എല്ലാത്തരം ഫുഡ് ഐറ്റംസ്, എന്തിനേറെ പറയുന്നു വീടുകൾ പോലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തന്നെ പ്രിന്റ് ചെയ്തെടുക്കാവുന്ന ഒരു രീതിയിലേക്കാണ് ഈ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ടെക്നോളജി ഒരുപക്ഷെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ മരിച്ചു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ അവരൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന്. ഇന്ന് സയന്റിസ്റ്റുകൾ മരണമില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കാനുള്ള പഠനങ്ങളിലാണ്. ബ്രെയിനുകൾ കമ്പ്യൂട്ടറുകളുമായി കണക്ട് ചെയ്ത് അതിനുള്ളിലെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഹാർഡ് ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യുകയും അതുവഴി മനുഷ്യരാശിയെ മരണത്തിൽ നിന്നും പിടിച്ചു നിർത്തുകയും ചെയ്യാൻ ശ്രമിക്കുകയാണ് ശാസ്ത്രലോകം. ജനിച്ചാൽ എന്തെങ്കിലും മരിച്ചാലേ തീരൂ എന്നുള്ള പഴഞ്ചൊല്ലുകളൊക്കെ ഭാവിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് തന്നെ നമുക്ക് ഇതിന്നൊക്കെ മനസ്സിലാക്കാമല്ലേ? അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ വരാനിരിക്കുന്ന ഒന്നാണ് ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധം. വളരെ എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ഇന്ന് മനുഷ്യന്മാരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറിനെതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള യാത്രയിൽ തന്നെയാണ് ശാസ്ത്രലോകം. അടുത്തതായി ലോകം കീഴടക്കാൻ സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ് സെൽഫ് ഡ്രൈവിംഗ് കാർസ്. ടെസ്ല പോലുള്ള കമ്പനികൾ ഓൾറെഡി ഇത് ലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്. റോഡ് ആക്സിഡന്റ് കുറയ്ക്കാനും ഡ്രൈവിംഗ് ചെയ്യേണ്ടാത്തത് കൊണ്ട് തന്നെ ഒരേ സമയം മറ്റു പല കാര്യങ്ങൾ ചെയ്യുക വഴി മനുഷ്യന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുമൊക്കെ ഇത് സഹായകമായേക്കാം. എലോൺ മസ്കിന്റെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള ഹൈപ്പർ ലൂപ്പ് എന്നൊരു പദ്ധതിയും ഭാവിയിൽ വരാനുണ്ട്. ഇതുവഴി അണ്ടർഗ്രൗണ്ടിലൂടെ 310 km/h സ്പീഡിലുള്ള യാത്രാ സൗകര്യമാണ് ലക്ഷ്യം വെക്കുന്നത്. ലോകം മുഴുവൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഫ്യൂവൽ, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഗ്ലോബൽ വാർമിംഗ് തുടങ്ങിയവയൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം കാർബൺ എമിഷൻ കുറച്ചുകൊണ്ടുള്ള ഒരു ക്ലീൻ ഫ്യൂവൽ അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ഫ്യൂവലിന് വേണ്ടി പല റിസർച്ചുകളും നടത്തുന്നുണ്ട്. മുകളിൽ പറഞ്ഞ ഇലോൺ മസ്കിന്റെ ഹൈപ്പർ ലൂപ്പ് പ്രോഗ്രാം ഒക്കെ ക്ലീനർ ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെന്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവയാണ്. വരും കാലത്ത് സാധ്യതകൾ ഉയരുന്ന ഒരു പദ്ധതിയാണ് സ്പേസ് എക്സ്പ്ലോറേഷൻ. സ്പേസ് എക്സ്, ബ്ലൂ ഒറിജിൻ പോലുള്ള കമ്പനീസ് ഒക്കെ ഈ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള വിവിധ പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ഇതൊക്കെ വഴി 2050ഓടുകൂടി സ്പേസ് ടൂർ ഒക്കെ ഒരു സാധാരണ സംഭവമായി മാറിയേക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ നമ്മുടെ വരും തലമുറകളുടെയൊക്കെ ഹോളിഡേ ഡെസ്റ്റിനേഷൻ മാർസ് ഒക്കെ ആയിരിക്കും. വരും കാലത്ത് മാറ്റം വരാൻ പോകുന്ന അടുത്ത കാര്യമാണ് ക്യാഷ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഒട്ടുമിക്ക ട്രാൻസാക്ഷൻസും ഡിജിറ്റലി ആണല്ലേ. എന്നാൽ AI, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ടെക്നോളജി എന്നിങ്ങനെയുള്ളവയുടെ വളർച്ച മൂലം 2050ഓടുകൂടി ലിക്വിഡ് മണി എന്നത് തന്നെ ഇല്ലാതായേക്കാമെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഫ്രിഡ്ജിലുള്ള ഒരു സാധനം തീർന്നു പോയാൽ ഫ്രിഡ്ജ് തന്നെ സ്വന്തമായി അത് തിരിച്ചറിഞ്ഞ് വേണ്ടുന്നത് ഓർഡർ ചെയ്ത് ഡിജിറ്റലി പേയ്മെന്റ് നടത്തി സാധനം എത്തിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ നമ്മുടെ ലോകമെത്തുന്ന കാര്യമൊന്ന് ആലോചിച്ച് നോക്കി. അത്ഭുതം തന്നെയല്ലേ? അടുത്തതായി വളരാൻ സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ് റിയൽ എസ്റ്റേറ്റ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം IoT, സ്മാർട്ട് ഹോംസ് എന്നിവയൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. എന്നാൽ 2050ഓടുകൂടിയൊക്കെ വരാനിരിക്കുന്നത് നമ്മുടെ മൂഡിനൊത്ത് മാറുന്ന ഫുള്ളി AI ആക്ടിവേറ്റഡ് ആയ വീടുകളാണ്. റിമോട്ടിന്റെയോ മറ്റോ ആവശ്യമില്ലാതെ മൈൻഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന TV സഹിതം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്ത മാറ്റം സംഭവിക്കുന്നത് വിദ്യാഭ്യാസ രീതികളിലാണ്. കോവിഡ് വന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറിയത് തന്നെ നമുക്ക് ആദ്യമൊക്കെ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായിരുന്നതാവും. എന്നാൽ പിന്നീട് ഇതൊരു ശീലമാവുകയും ഇന്നതൊരു നോർമൽ കാര്യമാവുകയും ചെയ്തു അല്ലേ. ഇനി 2050ഓടുകൂടി കംപ്ലീറ്റ്ലി ഡിജിറ്റൽ സ്കൂളുകളായാൽ പോലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്പൊ ഉള്ള പോലെ വലിയ ബാഗും ബുക്കുകളും ഒന്നും പിന്നീട് ആവശ്യമേ വരില്ല. AI പവർഡ് റോബോട്ട്സ് ഒക്കെ ആകും പിന്നെ പഠിപ്പിക്കാനും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ചെറിയ ഉടായ്പകളൊന്നും തന്നെ AI ടീച്ചർമാരുടെ അടുത്ത് നടക്കത്തുമില്ല. അവസാനമായി ഇന്ന് വളർന്നു വരുന്ന ഒരു ടെക്നോളജിയാണ് മെറ്റാവേഴ്സ്.
ഫേസ്ബുക്ക് സിഇഒ സക്കർബർഗ് പറഞ്ഞിട്ടുള്ളത് VR-ഉം AI-യും ഒക്കെ വലിയ താമസമില്ലാതെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിന്റെ ഭാഗമായി മാറുമെന്നാണ്. വിർച്വൽ റിയാലിറ്റി വേൾഡായ മെറ്റാവേഴ്സ് ഉപയോഗിച്ച് ട്രാവലിംഗ്, ഷോപ്പിംഗ് എന്നിങ്ങനെ പലതും മനുഷ്യർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയേക്കാം. അതുപോലെ തന്നെ ലോകത്തിന്റെ 2 കോണിലിരിക്കുന്ന ആളുകൾക്ക് ഒരു സ്ഥലം ഫിസിക്കലി ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള മാർഗവും ഭാവിയിൽ മെറ്റാവേഴ്സ് തുറന്നു തന്നേക്കാം. മുകളിൽ പറഞ്ഞ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്കൊരു പക്ഷെ അത്ഭുതമായിരിക്കും. ഒരുപക്ഷെ അങ്ങനെയൊന്നും ഭാവിയിൽ വരുമെന്ന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല. വർഷങ്ങൾക്ക് മുന്നേ മൊബൈൽ ഫോണിനെ പറ്റി കേട്ട ആളുകളും അങ്ങനെയൊക്കെ തന്നെയാകും കരുതിയിട്ടുണ്ടാവുക. എന്നിട്ടെന്താ, ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ജീവിതം തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. മുകളിൽ പറഞ്ഞ എല്ലാം ഒന്നും 2050 നടക്കണമെന്നില്ല. എന്നാൽ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മുടെ വളരെ അടുത്ത് തന്നെയാണുള്ളത്. അതിനൊക്കെ വേണ്ടിയുള്ള വലിയ റിസർച്ചുകളും നടന്നു വരുന്നുണ്ട്. 2050 ലോകം എന്തായാലും ഇന്നുള്ളതിനേക്കാൾ വളരെ വ്യത്യസ്തമായിരിക്കും എന്നത് തീർച്ചയായും ഒരു കാര്യം തന്നെയല്ലേ. ആ മാറ്റങ്ങളോടൊക്കെ നമ്മുടെ സൊസൈറ്റിയും സിസ്റ്റവും ഒക്കെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുമെന്നത് നമുക്ക് നോക്കിക്കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.